ബക്രീദ് ഈദ് ആഘോഷങ്ങൾ പ്രമാണിച്ച് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. അതിൽ ചില നിരോധിത ഉത്തരവുകളുണ്ട്, ചില നിരോധനത്തിൻ്റെ ഉത്തരവുകളുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരം ആഘോഷങ്ങൾ നടന്നപ്പോൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായ മൃഗബലി, ആ മൃഗബലിയിൽ ഈ ഉപയോഗിക്കാൻ പാടില്ലാത്ത മൃഗങ്ങൾ, അത് പശു അടക്കം ഈ മൃഗബലിക്കായി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പലയിടത്തും പൊട്ടിപ്പുറപ്പെടുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു നിരോധന ഉത്തരവ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ബലി ഇടാനായി വിലക്കപ്പെട്ട മൃഗങ്ങളെ ഉപയോഗിച്ചാൽ അത് കർശനമായി തന്നെ നേരിടുക തന്നെ ചെയ്യും. ബലിയിടാനുള്ള സ്ഥലം, അതായത് ഈ മൃഗങ്ങളെ അറക്കുവാനുള്ള സ്ഥലം മുൻകൂട്ടി സർക്കാരിനെ അറിയിച്ചിരിക്കണം. മറ്റിടങ്ങളിൽ അങ്ങനെ ബലിയിടാൻ പറ്റില്ല. റോഡുകളിൽ നിസ്കരിക്കാനും പാടില്ല. സെൻസിറ്റീവ് ഏരിയയിൽ ബലിയിടുകയോ നിസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. ബലിക്ക് ശേഷം ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാൻ ജില്ലാ അധികാരികളെയോ ഇല്ലെങ്കിൽ ആ അടുത്തുള്ള അഡ്മിനിസ്ട്രേഷനെയോ അറിയിക്കേണ്ടതാണ്. മതവികാരം വ്രണപ്പെടുത്തുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ശക്തമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ എല്ലായിടത്തേക്കും പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണയും മറ്റുമൊക്കെ ഇത് പലപ്പോഴും സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. ഈ മൃഗബലിയുമായി ബന്ധപ്പെട്ട് കർണാടകയിലും യു പിയിലുമൊക്കെ അത് സംഘർഷത്തിലേക്ക് എത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗി ആദിത്യനാഥിൻ്റെ പുതിയ ഉത്തരവ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.